നമസ്കാരം. ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നെടുമങ്ങാട് മേഖലയുടെ സഹകരണത്തോടെ കാട്ടാക്കട കട്ടയ്ക്കോട് വിഗ്യാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാറിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഗോൺഹാൻവോ എന്ന സംഘടനയുടെ 2025 4ാമത്തെ പരിപാടിയാണ് 2025 ജൂൺ 25-ാം തീയതി കാട്ടാക്കട വിഗ്യാൻ കോളേജിൽ സംഘടിപ്പിച്ചത്. വികാസ് ട്രസ്റ്റി അനു എ നായരുടെ അധ്യക്ഷതയിൽ സെമിനാറിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനികുമാർ നിർവഹിച്ചു. കരകുളം ലോക മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശരണ്യ കുട്ടികൾക്ക് മെന്റൽ ഹെൽത്ത് ക്ലാസ് എടുത്തു. IMA നെടുമങ്ങാട് മേഖലാ സെക്രട്ടറി ഡോക്ടർ ആഷ്ലി ജബിൻ മുഖ്യ അതിഥിയായി എത്തി. നമ്മുടെ കാട്ടാക്കട വിഗ്യാൻ കോളേജും സംഘടിപ്പിക്കുന്ന ലഹരിക്കെതിരെ ബോധവൽക്കരണ സെമിനാറാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ആദ്യമായി NSS ദിനം ആരംഭിക്കാനായി നമ്മുടെ NSS വോളണ്ടിയേഴ്സിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരിയായ ഈ വികാസ് ഫാമിലിയുടെ വികാസ് കുടുംബത്തിന്റെ ട്രസ്റ്റി പ്രിയപ്പെട്ട അനുമ ആമുഖ പ്രസംഗം അല്ലെങ്കിൽ ആമുഖം അവതരിപ്പിക്കുന്നത് നമ്മുടെ കോളേജുമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം 1 വർഷത്തോളമായി നമ്മുടെ കോളേജിനെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയും കോളേജിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സുമേഷ് ഇന്നിവിടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റത് സർക്കാർ സർവീസിൽ നിന്നും ഏകദേശം 32 വർഷത്തോളം സർക്കാരിനെ സേവിച്ചും സാമൂഹ്യ പ്രതിബദ്ധതയോടെ തികച്ചും നല്ല ഒരു അച്ചടക്കത്തോടു കൂടി പ്രവർത്തിച്ച എക്സൈസ് റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ തന്റെ സേവനത്തിന് ശേഷവും ഇന്നും സമൂഹത്തെ നല്ല നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ അനിൽകുമാർ സർ, മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ നയിക്കുന്ന ഡോക്ടർ ശരണ്യ, നമ്മുടെ കോളേജുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ജയചന്ദ്രൻ സർ, ഈ സംഘടനയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം, പ്രിയപ്പെട്ട നമ്മളുടെ എഴുത്തുകാരി പ്രിയാശ, നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് പ്രസന്നകുമാർ സർ, ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് നമ്മുടെ NSS പ്രോഗ്രാം ഓഫീസറും ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ ശാന്തിനി ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുട്ടികളെ. ലഹരിയിൽ നിന്നുണ്ടാകാവുന്ന വിപത്തുകൾ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപത്തുകൾ സമൂഹത്തിനെ എത്രമാത്രം ചൂഷണം ചെയ്യുന്നു, കാർന്നു തിന്നുന്നു എന്നുള്ള വിവരങ്ങൾ നിങ്ങൾ കുട്ടികൾക്കറിയാം. എങ്കിലും അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാൻ പറ്റും, സമൂഹത്തെ എങ്ങനെ നമുക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊരു വിശദമായ പഠനം ആവശ്യമാണ്. അത് സർക്കാർ തലത്തിലാണെങ്കിലും കൊള്ളാം, സാമൂഹ്യമായ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനകളാണെങ്കിലും കൊള്ളാം. അതിന് എല്ലാവരുടെയും പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മൾക്കിവിടെ നമ്മുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മുഖ്യ പ്രഭാഷണം നടത്താമെന്നേറ്റത് നമ്മളുടെ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ അനിൽകുമാർ സാറാണ്. സാറിന് ഈ കോളേജിന്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ പേരിലും സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്തു. സെമിനാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കോളേജിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളിലും പങ്കാളിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുമേഷിനെ വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സുമേഷിനെ പോലെ തന്നെയാണ് KSRTCയിൽ നിന്നും റിട്ടയർ ചെയ്ത്, അതിനേക്കാൾ ഈ കോളേജുമായി സാറിന് ബന്ധമുണ്ട്. ഔവർ കോളേജിലെ ഒരു
ഏകദേശം സാറ് പറഞ്ഞ ഒരു 23-25 വർഷം അവർ കോളേജിൽ പഠിപ്പിച്ച, അവർ കോളേജുമായിട്ട് ബന്ധം ഈ കോളേജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കോളേജിൽ പഠിപ്പിച്ച് ഈ കോളേജിനോട് ഒരു പ്രതിബദ്ധത കാണിക്കുന്ന പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാറിനെയും വളരെ സ്നേഹത്തോടെ ഞാൻ ഭാഗമായി നമുക്ക് ഈ സെമിനാറിന് നന്ദി പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും NSS പ്രോഗ്രാം ഓഫീസറും വിട്ടുപോയി. നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട നമ്മളുടെ PTA വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രസന്നകുമാർ സാറ്, അദ്ദേഹത്തെ ഞാനൊന്നും സാറിനെ മോനോട് പറഞ്ഞു വിട്ടത് മാത്രമേ ഉള്ളൂ. സാറ് നമ്മളുടെ ഏത് കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുകയും കോളേജിന്റെ എല്ലാ ക്ഷേമകാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രസന്നകുമാർ സാറിനെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇരിക്കൊണ്ട് ഞാൻ ഓരോരുത്തരും എടുത്ത് പേര് പറയുന്നില്ല, പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ആദ്യം തന്നെ എൻ്റെ കുട്ടികളുടെ അടുത്ത് നമ്മൾ എനിക്കൊന്ന് വൺ ഓഫ് ദ ഫസ്റ്റ് ഫങ്ഷൻസ് ആണ്, ഈവൻസ് ആണ് 2025-26 അക്കാഡമിക് ഇയറിൻ്റെ അല്ലേ. I hope this year brings you more success, more courage, more peace and more success in life. അപ്പോൾ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ആൻറ്റി ഡ്രഗ് ഡേ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ദിനം, അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഈവൻറ്റിനാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പേർട്സ് കുറേ പേര് ഇരിപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും ആൻറ്റി ലഹരി വിരുദ്ധ ദിനം അല്ലെങ്കിൽ ആൻറ്റി ഡ്രഗ് ഡേ പല രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മാറ്റം വരുന്നുണ്ടോ? കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഒരു സർവേ അനുസരിച്ച് പാസ്റ്റ് 10 ഇയേഴ്സിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ഇൻക്രീസ് ടു 25% എങ്കിലും കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൂടി വരുന്നത്? അതിന്റെ മേജർ റീസൺ ഈസ് ഇതിന്റെ പുറകിൽ ഒരു ഇക്കണോമി ഉണ്ട്, ഒരു വലിയൊരു ബിസിനസ് ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്, ഇൻഫോർമൽ ബിസിനസ്. ഏകദേശം ശരാശരി ഇതിപ്പോ നമുക്ക് ഒരു റെക്കോർഡ്സ് ഇല്ല, ബട്ട് ശരാശരി ഒരു സർവേ എടുത്ത് ഞാൻ സ്റ്റഡി ചെയ്തതനുസരിച്ച് ഏകദേശം 400 ബില്യന്റെ ബിസിനസ് ആണ് നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ ഡ്രഗ്സ്. അപ്പൊ ഇത്രയും വലിയ ബിസിനസ് നേട്ടം ഉണ്ടാവുമ്പോൾ നാച്ചുറലി അത് കുറയാൻ പോകുന്നില്ല. അപ്പൊ എവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും വേണം അത് ചിന്തിക്കാൻ, അതിനെങ്ങനെ ഓവർകം ചെയ്യാം. ഇപ്പൊ ഗവൺമെന്റ് പല കാര്യങ്ങളിലും സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൽ വിമുക്തി ഉണ്ട്, അറിയാലോ. അത് കഴിഞ്ഞ വർഷം നമ്മൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. വിമുക്തി അതിന്റെ ചെയർമാൻ തന്നെ CM ആണ്. ഗാലറി ഓഫ് നാച്ചർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ വെൽഫെയർ ഓർഗനൈസേഷൻ എന്നാണ് നമ്മുടെ സംഘടന. ബോൺഖാൻ ബോ എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാസം തന്നെ ഇത് 3ാമത്തെ പരിപാടിയാണ്. ഈ മാസം ആദ്യത്തെ പരിപാടി കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വെച്ചൊരു മെഡിക്കൽ ക്യാമ്പ്, മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഇന്ന് ക്ലാസ് എടുക്കാനിരിക്കുന്ന സൈക്യാട്രി ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കഴിഞ്ഞ ഞായറാഴ്ച അഗസ്ത്യവനത്തിലെ ആദിവാസി ഊരുകളിലുള്ള 50 വിദ്യാർത്ഥികൾക്ക് തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രൈസൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് 50 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തായിരുന്നു. 3ാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. അപ്പോൾ ഈ പരിപാടി നടത്താനുള്ള കാരണം നാളെ ലോക അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ആ ദിനത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് എവിടെയും സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നെടുമങ്ങാട് മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മാഡം പറയുകയും അങ്ങനെ ഉടനെ ഇവിടെ വിളിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ആദ്യം അയ്യമ്മ സാറിനെയാണ് വിളിച്ചത്. കാരണം അയ്യമ്മ സാർ എപ്പോഴും തിരക്കുള്ള മനുഷ്യനാണ്. കേരള സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എന്ന് പറഞ്ഞൊരു സ്ക്വാഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ തലവനായിട്ടിരുന്ന് റിട്ടയർഡായ ആളാണ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിട്ട് റിട്ടയർഡായ ആളാണ് അയ്യമ്മ സാർ. കൂടുതൽ നിങ്ങൾക്ക് അറിയില്ല, സാറിനോട് പറയത്തില്ല. എന്നാൽ 2 വാക്ക് എനിക്ക് സാറിനെ കുറിച്ച് പറയാതെ പോകുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് കേസ് പിടിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ്, എന്ന ഖ്യാതനായിട്ട് ഓഫീസറാണ് അദ്ദേഹം. റിട്ടയർഡ് ആയതിനു ശേഷം തൃശ്ശൂർ എക്സൈസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. സാറിന് എന്നും പോകേണ്ടതായിരുന്നു, പക്ഷേ ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് സാറ് മാറ്റിവെച്ച് ഇന്ന് വൈകുന്നേരം പോവുകയാണ്. അതിനേക്കാളൊരു അഭിമാനമുള്ളത് ഞങ്ങളുടെ സംഘടനയുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ കൂടിയാണ് സാർ. 5 പേരിൽ ഒരാളാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്തിരുന്നാലും സാർ അടങ്ങുന്ന 5 പേരിൽ 3 പേരോടെങ്കിലും ആലോചിക്കാതെ നമ്മൾ ഒരു പ്രവർത്തനം മുമ്പിലോട്ട് ചെയ്യാറുണ്ട്. ലഹരിയെ കുറിച്ച് കൂടുതൽ പറയില്ല, കാരണം ഇവരെല്ലാം പറയാനിരിക്കുകയാണ്. ഞാനും കൂടെ അതിൻ്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ബോറടിക്കും. നിങ്ങൾക്ക് വേണ്ടുന്ന 1-2 കാര്യം കൂടെ പറയാം. ട്രസ്റ്റി പറഞ്ഞതുപോലെ നിങ്ങൾ നല്ലൊരു
സമൂഹത്തെയാണ് വാർത്തെടുക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. BSW MSW എല്ലാം ക്ലാസ് നടക്കുന്നുണ്ട്. മേഡത്തിനോട് ഞാൻ പറഞ്ഞ വാക്കുകൂടെ പാലിക്കാൻ ശ്രമിക്കുന്നു. കോട്ടൂർ അടങ്ങുന്ന വനവകുപ്പിനോട് സംസാരിച്ചിട്ടുണ്ട്. MSW കഴിഞ്ഞ പിള്ളേർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആദിവാസി മേഖലയിൽ ഞങ്ങളുടെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ വർക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം ഞങ്ങളുടെ സംഘടന കത്തുകൊടുത്തുകൊണ്ട് ആദ്യം ചെയ്യാൻ ശ്രമിക്കാം. അതൊരു വാഗ്ദാനം തരെയാണ്. അതുപോലെ ഈ കോളേജിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം അനിമ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകം അറിയപ്പെടുന്ന ഒരു സംഘടനയാണ് നിള ഫൗണ്ടേഷൻ. നിള ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സലീന മേഡം, അനിമ സാർ അടുത്തറിയുന്ന അതാണ് മേഡമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ MSW കഴിയുന്ന കുട്ടികൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യവും നമുക്ക് ഒരുക്കാമെന്ന് സംസാരിക്കാമെന്ന് അനിമ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 2 കാര്യമാണ് ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു വാഗ്ദാനം. മാത്രമല്ല മുമ്പിലോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ സംഘടന കഴിയുന്ന ഒരു സഹായവും സഹകരണവും എന്നും ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അക്കാഡമികൾ NDPS ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ക്ലാസ് എടുക്കുന്നില്ല, NDPS ആയിട്ട് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിൽ മയക്കുമരുന്നിനെതിരായിട്ട് ഉള്ള പ്രവർത്തനം നടത്തുന്നവർക്ക് എങ്ങനെ കേസെടുക്കണം, എങ്ങനെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. അതിന്റെ പ്രൊസീജിയറാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. മേജർ ആക്ടുകളായിട്ട് CRPC, IPC, എവിഡൻസ് ആക്ടുകൾ അതിപ്പോൾ ഭേദഗതി ചെയ്തിട്ടുണ്ട്. BNSS എന്നും ഭാരതീയ സാക്ഷി അധിനിയം എന്നും ഒക്കെ പറഞ്ഞിട്ട് പുതിയ നിയമസംഹിതകളൊക്കെ ഈ കൊല്ലം തൊട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് മേജർ ആക്ടുകൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ 200-300 വർഷങ്ങൾക്ക് മുമ്പാണ് CRPC, IPC, എവിഡൻസ് ആക്ട് ഒക്കെ ഉണ്ടാക്കിയത്. പക്ഷെ ഈ നിയമങ്ങൾക്ക് എല്ലാം മുകളിലാണ്, ഇന്ത്യയിലുള്ള എല്ലാ നിയമങ്ങൾക്കും മുകളിലാണ് NDPS ആക്ട് എഴുതി വെച്ചിട്ടുള്ളത്. 1985 83 സെക്ഷനുകളായിട്ട് NDPS ആക്ട് വളരെ ചെറിയ ഇത്ര കയ്യിലുള്ള പുസ്തകമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ അപൂർവം നിയമങ്ങളിൽ ഒന്നാണ് 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറയുന്നത്. അത്രയും കടുത്ത ശിക്ഷയുള്ളത് കൊണ്ട് തന്നെ ഇരട്ട ജീവപര്യന്തമാണ് ആവർത്തിച്ച് റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിന്. നിങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിധി ഉണ്ടായിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ അറിയാം. തിരുവനന്തപുരത്തെ കോടതികളുടെ ചരിത്രത്തില് 60 കൊല്ലം പോക്സോ കേസിലൊക്കെ 90, 100, 120 ഒക്കെ പറയുന്നുണ്ടെങ്കിലും നർക്കോട്ടിക് കേസിൽ 60 കൊല്ലം ശിക്ഷ കൊടുത്തതാണ്. ആ കേസിന്റെ എല്ലാ കാര്യങ്ങളിലും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ഒരു അസിസ്റ്റൻസ് കൊടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഠിനമായ ശിക്ഷയുള്ളത് കൊണ്ട് ആ പ്രൊസീജിയർ വളരെ പ്രാധാന്യമാണ്. NDPS നിയമത്തിൽ 8 ചാപ്റ്ററുണ്ട്. അതിൽ 5ാമത്തെ ചാപ്റ്ററിൽ സെക്ഷൻ 41 മുതൽ സെക്ഷൻ 68 വരെയുള്ള നടപടിക്രമങ്ങൾ. ഇതിന്റെ നടപടിക്രമം എന്ന് പറയുന്നത് മാൻഡേറ്ററിയാണ്. ഇതിന് ചില സെർച്ചുകളില്, സീഷറുകളിൽ, അറസ്റ്റിലൊക്കെ മാൻഡേറ്ററി ആയിട്ടുള്ള ചില കാര്യങ്ങൾ പാലിക്കണം. അതാണ് ഞാൻ പോയി പഠിപ്പിക്കുന്നത്. അത് പഠിപ്പിച്ചില്ലെങ്കിൽ കേസ് വിട്ടുപോകും, പഠിച്ചില്ലെങ്കിൽ കേസ് വിട്ടുപോകും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന SI-മാർക്ക്, പുതിയതായിട്ട് വരുന്ന എക്സൈസ് ഇൻസ്പെക്ടർമാർക്ക്, ഉദ്യോഗസ്ഥർക്കൊക്കെ ഇങ്ങനെ ക്ലാസ് കൊടുക്കും. അപ്പൊ എന്തുകൊണ്ട് ഈ സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇരിക്കുന്ന വിജ്ഞാൻ കോളേജിൽ ഇരിക്കുന്ന ഈ മക്കളെല്ലാം ഏകദേശം 100 പേരിനടുപ്പിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവരാരും തന്നെ ലഹരി ഉപയോഗിക്കുന്നവരല്ല എന്നിരിക്കാം. അതാണ് സത്യം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കൊടുക്കണം കേട്ടോ. ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാ? നിങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല ഇല്ലല്ലോ, ഉറപ്പാണ്. ഇനി കുറച്ചേക്ക് പറയരുത് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കാത്തവരെ ഇതിന്റെ ദൂഷ്യവശം പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് വലിയ കാര്യങ്ങളൊന്നും അവർ കേൾക്കും. നന്നായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്തവർ നന്നായിട്ട് കേൾക്കും. അതാണ് ഇപ്പൊ എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നത്.
ബഹളമൊന്നും ഉണ്ടാക്കില്ല. കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം കേട്ടോളൂ. ഉപയോഗിക്കുന്നവരാണെങ്കിൽ വിചാരിക്കും ഇത് എന്തിനാ ഞാൻ കേൾക്കുന്നത്, ഒരു കാര്യമില്ല. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ പോകും, അവർ സംസാരിക്കും, ബഹളം വയ്ക്കും, അടുത്തിരിക്കുന്നവരെ കൂടെ കേൾക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളാണ്. ഓക്കെ, ആരും ഉപയോഗിക്കുന്നവരില്ല. ഓക്കെ, നല്ല കാര്യം. അപ്പോ അതുകൊണ്ടാണ് ഈ പാഴ്ജോലിക്ക് പോകണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡ്രഗ് അബ്യൂസിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ക്ലാസ്സും ഇങ്ങനെ ഒരു ഇവന്റ് സംഘടിപ്പിച്ചു തന്നതിന് വിക്യം കോളേജിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിന് IMA ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനും സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഇനി ഇതുപോലത്തെ ക്ലാസ്സസും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നല്ല, ശരണ്യം പറയുന്നതിനെക്കാട്ടും അത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ട് സാറ് പറഞ്ഞു. നമുക്ക് കുറെ പുതിയ പുതിയ അനുഭവങ്ങളും കുറെ പുതിയ കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞത് നിങ്ങൾ പ്ലീസ് ഇതൊക്കെ ഒന്ന് കേട്ട്. സാറ് പറഞ്ഞ ബേസിക് ക്യാരക്ടർ ഉണ്ട് എല്ലാവർക്കും, അതിൽ തന്നെ എല്ലാവരും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുക. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ ഈ ഡ്രഗ് അബ്യൂസ് ക്ലാസ്സസും അവയർനെസ് സെഷൻസും ഒക്കെ ഇങ്ങനെ ഓരോ സ്കൂൾസും കോളേജസും. ഇപ്പോൾ ഡോക്ടർ ശരണ്യന് നമ്മൾ തന്നെ IMA പാർട്ടായിട്ടും ലോകയുടെ പാർട്ടായിട്ടും ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ പാർട്ടായിട്ടൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കൂൾസിലായാലും കോളേജസിലായാലും എല്ലാവരും കൊച്ചു കുട്ടികൾ തൊട്ട് 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് തൊട്ട് നമ്മൾ ഈ ഡ്രഗ് അബ്യൂസ് അവയർനെസ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സോ പ്ലീസ് നിങ്ങൾ ഇപ്പോഴാണ് നിങ്ങളുടെ കറക്റ്റ് ബഡിങ് സ്റ്റേജ്. ഇതൊക്കെ ഒന്ന് കേൾക്കുക, കുറച്ചെങ്കിലും മനസ്സുകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആൺകുട്ടികളെ മാത്രം നോക്കി പറഞ്ഞിട്ട് കാര്യമല്ല, പെൺകുട്ടികളെയാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പറയുന്നത്. ബിക്കോസ് ഞങ്ങളത് ഡെയിലി കാണുന്നതും അനുഭവിക്കുന്നതും ഒക്കെയാണ്. അത് സാർ ജെൻഡർ ഇതായിട്ട് പറഞ്ഞില്ല, പക്ഷെ ഞങ്ങളത് കൂടുതൽ കാണുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും ഈക്വലി ഇപ്പൊ ഡ്രഗ് അബ്യൂസിന് ഒരുപോലെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ താങ്ക്സ് വിക്യം കോളേജ്. അപ്പോൾ IMAയുടെ പേരിൽ നന്ദി ഞാൻ പറയുന്നു. മാഡത്തിനും പ്രിൻസിപ്പൽ മാഡത്തിനും സാറിനും ബാക്കി ഡിപ്പാർട്ട്മെന്റ് അറിയില്ല, സ്റ്റിൽ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡോക്ടർ ശരണ്യയിലേക്ക് പോവാം. ഷീ ഈസ് എ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ലോക മെഡിസിറ്റി. സോ പുള്ളിക്കാരി എന്താണെന്ന് കുറച്ചും കൂടെ സയന്റിഫിക്കലി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു ചെറിയൊരു പവർ പോയിന്റ് പ്രസന്റേഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഡോക്ടർ ശരണ്യ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ലോക മെഡിസിറ്റി. അപ്പോൾ ഒരു കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ എന്നുവെച്ചാൽ മാനസികാരോഗ്യ വിദഗ്ധ, അതാണല്ലോ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാനസികാരോഗ്യ വിദഗ്ധ വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ PSW MSW സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്കറിയാം ലഹരി ഉപയോഗം, അതിലുപരി ലഹരിയിലോട്ടുള്ള അടിമത്തം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് ലഹരി മരുന്ന് ലോബി, അതുപോലെ ഷൂവിനുള്ളിൽ കൂളായി സ്കൂളിലെത്തും, ഒടുവിൽ കാലോടെ പിടികൂടി. UKG വിദ്യാർത്ഥി സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റ് ലഹരിയുടെ അംശം, പരാതിയുമായി മാതാപിതാക്കൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ അങ്ങ് നോർത്ത് ഇന്ത്യയിലോ വേറെ കൺട്രീസിലോ ഒന്നല്ല, നമ്മുടെ ഈ കൊച്ചു കേരളത്തില് സ്റ്റുഡൻസിനെ ഇത് എത്രത്തോളം ബാധിക്കുന്നു എന്ന് കാണിക്കുന്ന ചെറിയ ക്ലിപ്പിംഗ്സ് ആണ്. വളരെ വ്യക്തമായി പറഞ്ഞു തന്നു NDPS ആക്ട് എന്താണെന്നുള്ളത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്. ഇത് ഉപയോഗിക്കുന്നതും കയ്യിൽ വയ്ക്കുന്നതും വിൽക്കുന്നതും എല്ലാം ശിക്ഷാർഹമാണ്. ഇനി എന്റെ സൈക്യാട്രിസ്റ്റ് എന്ന രീതിയിൽ ഞങ്ങൾ മിക്കവാറും കാണുന്നത് ഈ ഡ്രഗ് യൂസ് കാരണം സഫർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ് ബിഗിനിങ് സ്റ്റേജിൽ ഞങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ സ്വയം എനിക്കൊരു ചികിത്സ വേണമെന്ന് തോന്നി ഞങ്ങൾക്ക് വളരെ ഹെൽപ്ലെസ് ആയിട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിൽ ഈ കുഴിയിൽ പെട്ടുപോയി, തുടക്കത്തിൽ ഇതിൽ പെട്ടുപോയി, എനിക്ക് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് രക്ഷപ്പെടണം. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പോംവഴി? അപ്പൊ ഈ ബാഡ് ഹാബിറ്റ് എങ്ങനെ മാറ്റാം എന്നുള്ളതിന് ചെറിയ കുറച്ച് കാര്യങ്ങൾ. ട്രീറ്റ്മെന്റ് വേണ്ടവർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ എടുക്കേണ്ടി വരും. പക്ഷെ അതിന് മുന്നേ ഉള്ള ചില കാര്യങ്ങൾ, ആദ്യം തന്നെ ഇതിന്റെ ദോഷഫലങ്ങൾ, ഇത് ട്രൈ ചെയ്യാൻ ക്യൂരിയോസിറ്റി ഉള്ളവര് എന്തെങ്കിലും ഒരു വസ്തു, ലഹരി വസ്തു ഉപയോഗിച്ച് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അറിയാമല്ലോ എന്നൊക്കെ തോന്നുന്നവര് ആദ്യം തന്നെ ഇതിനൊക്കെ വേണ്ടി ഗൂഗിൾ ഉപയോഗിക്കാം. ജസ്റ്റ് ഗൂഗിൾ അടിച്ചു നോക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ഹാർംഫുൾ എഫക്ട്സ്. പറയാനില്ല, വളരെ മൂല്യവത്തായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. എനിക്ക് പറയാവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മുടെ അനിൽകുമാർ സാറ് നിങ്ങളോട് പറഞ്ഞതാണ്. ഒന്ന്, സർക്കാർ ജോലി കിട്ടില്ല എന്നുള്ളതാണ്. ഡ്രഗ്സിന് വിധേയമായ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കോ ഗവൺമെന്റ് ജോലി കിട്ടാൻ വളരെ പ്രയാസമാണെന്നുള്ളത് എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചാണ്. മറ്റൊന്ന്, വിദേശ രാജ്യങ്ങളിൽ പോകാൻ പാസ്പോർട്ട് എടുക്കാൻ കഴിയില്ല. ഈ 2 കാര്യങ്ങളും
നമ്മുടെ അക്കാഡമിക് ഇയറിൽ അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാലും മറ്റ് PSC കോച്ചിങ്ങിലൊക്കെ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. എല്ലാ ദിവസവും ഓരോ ദിനങ്ങളായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിച്ചു. അതുപോലെ തന്നെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. ഒരു കുടുംബത്തിലെ ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെയും ആ കുടുംബം അധിവസിക്കുന്ന സമൂഹത്തെയുമാണ് അല്ലാതെ ബാധിക്കുന്നത്. നമ്മൾ മുൻ വർഷങ്ങളിൽ കേട്ടിട്ടുള്ളത് മദ്യം, കഞ്ചാവ് ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് മദ്യവും കഞ്ചാവും ഒക്കെ പിന്മാറി അവിടേക്ക് സിന്തറ്റിക് ലഹരി, MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾ കൈവരിച്ചു കഴിഞ്ഞു. അതെല്ലാം ലക്ഷ്യമിടുന്നത് സ്റ്റുഡൻസിനെയാണ്. ഒരു ലഹരി മാഫിയ തന്നെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ, അതുപോലെ തന്നെ കൗമാരക്കാരായ യുവതി യുവാക്കൾക്കായ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു വലിയ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്ന് സമൂഹത്തിന് മുഴുവൻ ബാധിക്കുന്ന ഒരു ലഹരിയെക്കുറിച്ചും അതിൻ്റെ വ്യാപനത്തെക്കുറിച്ചും അതെങ്ങനെ പ്രതിരോധിക്കാമെന്നതിനെക്കുറിച്ചും ഒക്കെ ഇവിടെ വിദഗ്ധരായ ശ്രീ ഹരികുമാർ സാർ നമ്മുടെ ഡോക്ടർ വെക്കയുടെ വിശദമായി സംസാരിച്ചു. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി നിങ്ങളെല്ലാം വേണം. ഈ സംവാദം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ സംവാദം ഒരിക്കലും പാഴാക്കില്ല എന്ന ഒരു പ്രതിജ്ഞയോടുകൂടി നിങ്ങൾ എല്ലാവരും ഈ അധ്യയനത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ വെക്കേഷനിൽ തന്നെ വളരെയേറെ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പഞ്ചായത്തുമായിട്ട് ചേർന്ന് സർവേകൾ, ക്ലാസ് റൂമുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ലഹരിയുടെ ആരോഗ്യ വശങ്ങളോടൊപ്പം ലഹരി ഉപയോഗിക്കുന്നതിന്റെ നിയമപ്രശ്നങ്ങളെ കുറിച്ച് കൂടി ഒരു ബോധവൽക്കരണം നൽകണമെന്ന് വളരെ നാളായിട്ട് നാഷണൽ കമ്മിറ്റിയുടെ അജണ്ടയിലുണ്ടായിരുന്നു. എന്തായാലും അത് ഇവിടെ പല